ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ തൊറൂർ ഗ്രാമപഞ്ചായത്തിലുള്ള സ്മാർട്ട് അംഗനവാടി. അടിപൊളി അംഗനവാടിയാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അംഗനവാടിയാണിത്. അപ്പം നമ്മുടെ ജാനിക്കുട്ടീനെയൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ഇവിടെയാണ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. TV ഉണ്ട്, AC ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതേസമയം നമ്മളൊക്കെ പഠിച്ച സമയത്തുള്ള അംഗനവാടി ഓർത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഇതെന്ത് ഭംഗിയാണെന്നറിയാവോ? അതിൻ്റെ ഉള്ളിലുള്ള പടങ്ങളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമേ. 2 കോഴിക്കുഞ്ഞും ഒരു അമ്മക്കോഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. കാറുണ്ട്, ജീപ്പുണ്ട്, കറങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ജാനിക്കുട്ടീനെ കൊണ്ട് ഞാനിവിടെ വന്നായിരുന്നു. ഇന്നാണ് ഇവിടെ ഉദ്ഘാടനം. അപ്പം നമ്മളത് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ആയിട്ട് എത്തിയതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അംഗനവാടി കാണാനായിട്ട്. ഇന്നിവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ KC വേണുഗോപാലാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ പുറത്താണ് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അംഗനവാടി കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയതാണ് കേട്ടോ. അടിപൊളി ചെയറൊക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിള്ളേർ ഇരുന്ന് പോവും. അത്രയും സൂപ്പറാണ്. ആനയുടെയും ജിറാഫിൻ്റെയും ടോമാഞ്ചെറിയുടെ ഒക്കെ പടം ഭിത്തിയിലൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ സൈഡിലായിട്ട് ടോറാബുജിയൊക്കെ ഉണ്ട്. പിന്നെ കിച്ചണൊക്കെ നല്ല സൂപ്പർ കിച്ചണാണ്. അവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. പിന്നെ സ്റ്റോർ റൂമുണ്ട്, നല്ല സൂപ്പർ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയ വാഷ് ബേസിനാണ് കേട്ടോ, കുഞ്ഞു പിള്ളേർക്ക് കൈയൊക്കെ കഴുകാനായിട്ട്. ബാത്റൂമിൽ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ പോകുന്ന സമയത്ത് തെന്നി വീഴുമൊന്നുമില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഒട്ടും താഴെ തെന്നി വീഴാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നതൊക്കെ. വീണ് കഴിഞ്ഞാൽ കയ്യോ കാലോ പൊട്ടോ ഒന്നുമില്ല. ഭയങ്കര സേഫാണ് കേട്ടോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് പിള്ളേരെ ആക്കാനൊക്കെ പറ്റും. പിന്നെ AC ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്ക് തണുപ്പ്, അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമാണിത്. AC ഇല്ലാതെ ഒട്ടും തന്നെ ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ. പിന്നെ 2 ഫാനും ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഒരുങ്ങിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവർ സെയിം യൂണിഫോം പോലത്തെ ഡ്രസ്സൊക്കെയാണ്. കുറച്ച് പിള്ളേർ, ഇവർ നേരത്തെ ഓൾറെഡി ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ഇവർ. അപ്പോൾ അവർ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് സെപ്റ്റംബർ 8-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇടുന്നത്. അപ്പോൾ സ്റ്റേജിൽ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ പുറത്ത്. അപ്പം ഞങ്ങൾ ജാനിക്കുട്ടിയായിട്ട് അംഗനവാടി കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുമായിരുന്നു. അവൾക്കാണെങ്കിൽ കളിപ്പാട്ടം എല്ലാം കൂടി കണ്ടിട്ട് എന്തിൽ കയറണമെന്ന് ഓർത്ത് ഭയങ്കര ഇതായിരുന്നു. ഇഷ്ടംപോലെ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നതുകൊണ്ട് കുറേ സമയം അവൾ അതിൻ്റെ അകത്തൊക്കെ കളിച്ചു കേട്ടോ. ദേവും ഉണ്ടായിരുന്നു. ദേവും ഞാനും ജാനിക്കുട്ടിയും ഹരിചേട്ടനും കൂടെയാണ് പോയത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹരിചേട്ടൻ അവിടെ പുറത്ത് പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഞാനും ദേവും കൂടി ജാനി കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയതായിരുന്നേ. അപ്പോൾ അവളാണെങ്കിൽ കളിപ്പാട്ടമൊക്കെ കണ്ടിട്ട് ഭയങ്കര ധൃതി കളിക്കാനായിട്ട്. ദേവുവിനാണെങ്കിൽ ഭയങ്കര പേടി. അമ്മ അവൾ വീഴും എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ അവൻ ഇങ്ങനെ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അവനെ ചീത്ത വിളിക്കുന്നുണ്ട്, വിട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന് ഭയങ്കര പേടിയാണ്, അവൾ വീഴുമോയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറി കളിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ആൾക്ക് 2 ബലൂണ് കിട്ടിയായിരുന്നേ. പുള്ളിക്ക് ബലൂൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കിട്ടിയ സന്തോഷത്തിൽ തുള്ളി ചാടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ബലൂണൊക്കെ കയ്യിൽ കിട്ടി. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അംഗനവാടിയിൽ പുറത്താണ് നമ്മൾ പ്ലേ സ്കൂളിലാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീസ് കൊടുത്തിട്ട് വേണം ആക്കാനായിട്ട്. അപ്പം നമ്മുടെ ദേവക്കുട്ടനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അംഗനവാടി ഒന്നും അത്ര ഡെവലപ്പൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവൻ പ്ലേ സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പൈസയൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. 10-30 കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് പഠിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ടീച്ചറും ആയയും ആണ് കേട്ടോ ഉള്ളത്. അവർ നല്ല സ്നേഹവും കെയറിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജാനിക്കുട്ടീനെ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് അംഗനവാടിയിൽ. അവർ നന്നായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടൊന്ന് ആക്കുക. പിന്നെ സ്റ്റേജിൽ നല്ല പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കുഞ്ഞിപ്പിള്ളേരുടെ. അവർ ഡാൻസ് കളിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സമയം ഇവിടെയെല്ലാം ഇരുന്നിട്ട് ഇതെല്ലാം കണ്ടായിരുന്നു. അവർ നന്നായിട്ട് പാടി ആസ്വദിച്ചൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കത് മ്യൂട്ടിലിട്ടിട്ടാണ് ഇപ്പോൾ കേൾപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് നമ്മളത് കേൾപ്പിക്കാത്തത്.